ചിക്കൻ ഗുനിയയുടെയും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളിൽ കൊതുകെന്ന ജീവിയെ ഭയന്നുകൊണ്ടാണ് മലയാളി ഓരോ ദിവസവും കഴിഞ്ഞുകൂടുന്നത്. കൊതുകിനെ കൊല്ലാൻ കുന്തം വേണോ എന്നുള്ള ചോദ്യം തമാശ രൂപേണ മലയാളി ചോദിക്കാറുണ്ടെങ്കിലും ഇത് അവർക്ക് മുന്നിൽ വളരെ ഗൗരവത്തോടുകൂടി കൊതുകിനെ പിടികൂടാനും നശിപ്പിക്കാനുള്ളൊരു ടെക്നോളജി, ജെം ടെക്നോളജി കണ്ടെത്തിയ ശ്രീ EM ജോർജ്, അദ്ദേഹമാണ് ഇന്ന് സുപ്രഭാതത്തിൽ നമ്മുടെ അതിഥി. നമുക്ക് അദ്ദേഹവുമായി സംസാരിക്കാം. നമസ്കാരം സാർ. നമസ്കാരം. ഒറ്റ നോട്ടത്തിൽ കേൾക്കുമ്പോൾ തന്നെ മലയാളി പുച്ഛിച്ച് തള്ളുന്ന അല്ലെങ്കിൽ വിശ്വസിക്കാനാവാത്ത ഒരു പരിഹാര മാർഗമാണ് കൊതുക് നശീകരണത്തിന് താങ്കൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്താണ് ജെം ടെക്നോളജി? ഇത് എത്രമാത്രം ഫലപ്രദമാണ്? ജെം ടെക്നോളജി വളരെ ലളിതമായ ഒരു കൊതുക് നശീകരണ മാർഗ്ഗമാണ്. കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഇത് തമാശയാണെന്ന്, ഫലപ്രദമല്ല എന്ന് തോന്നാവുന്ന അത്ര ലളിതമായ ഒരു കാര്യമാണ്. ഇതിൽ ചെയ്യുന്നത് 3-4 പാത്രങ്ങളിൽ, കഴിയുമെങ്കിൽ മൺപാത്രങ്ങളിൽ വെള്ളം നിറച്ച് വീടിന് പുറത്ത് കൊതുകിന് മുട്ടയിടാൻ വേണ്ടി അധികം വെയിലടിക്കാത്ത സ്ഥലത്ത് വെച്ച് കൊടുക്കുക. വെയിലടിക്കാത്ത സ്ഥലത്ത് വെക്കുന്നത് വെള്ളം വറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്, വേറെ പ്രത്യേകതയൊന്നുമില്ല. ഒരാഴ്ച ആവുമ്പോൾ ഈ പാത്രത്തിൽ നോക്കിയാൽ ധാരാളം കൂത്താടികളെ കാണും. കൊതുക് മുട്ടയിട്ട് വിരിയും. നമ്മളതിനെ പ്രത്യേകമായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെള്ളം തന്നെ കൊതുകിനെ ആകർഷിക്കാൻ പര്യാപ്തമായ ഒരു വസ്തുവാണ്. പ്രത്യേകിച്ച് വേറെ സാധനങ്ങളൊന്നും അതിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരാഴ്ച എന്ന് പറയുന്നതിന് പ്രത്യേകതയുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ കൊതുക് വന്ന് ഇതിലിട്ട മുട്ട വിരിഞ്ഞ് കൊതുകായി പുറത്തു പോകില്ല. വെള്ളത്തിലെ ജീവിതം പൂർത്തിയാക്കാൻ ഒരാഴ്ചയിൽ കൂടുതൽ സമയം വേണം. പിന്നെ ഓർത്ത് ചെയ്യാനും ഒരാഴ്ച നല്ലതാണ്. ഇപ്പം ഈ ഞായറാഴ്ച പാത്രത്തിൽ വെള്ളം വെച്ചാൽ അടുത്ത ഞായറാഴ്ച നമ്മളത് ചെരിച്ച് കളയാൻ പോയാൽ മതി. എല്ലാ ദിവസവും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓഫീസിലൊക്കെ ജോലിക്ക് പോകുന്ന ആളുകൾക്കും സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ അവധി ദിവസങ്ങളിൽ മാത്രം ഇത് ചെയ്യാൻ സൗകര്യപ്പെടും. അതിനാണ് ഈ ഒരാഴ്ച എന്നുള്ള സമയക്രമം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരാഴ്ചയാകുമ്പോൾ ഈ പാത്രത്തിൽ നോക്കുക, അതിൽ കൂത്താടികൾ ചാടിക്കളിക്കുന്നത് കാണാം. ഈ കൂത്താടികൾക്ക് വെള്ളത്തിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. ശ്വസിക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണെങ്കിലും വെള്ളം പൊതിഞ്ഞിരുന്നില്ലെങ്കിൽ അവരുടെ ശരീരം ഉണങ്ങി വരണ്ടു പോകും. അപ്പോൾ നമ്മൾ ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ട 2-3 മാർഗങ്ങൾ ഞാൻ നിർദ്ദേശിക്കാം. ഒന്നാമത് ചെയ്യാവുന്നത്, ഈ വെള്ളം കെട്ടി നിൽക്കാത്തൊരു സ്ഥലത്ത് ഒഴിക്കുക. മുറ്റത്തോ ചെടിച്ചട്ടിയിലോ തെങ്ങിൻ്റെ മൂട്ടിലോ ടെറസിലോ എവിടെയെങ്കിലും ഒഴിക്കുക. വെള്ളം വറ്റി പോകുന്നതോടുകൂടി ഈ കൂത്താടികൾ ചത്തുപോകുന്നു. ഇനി അഥവാ ചാവാൻ വൈകിയാൽ തന്നെ എല്ലാ സമയത്തും ചെറിയ ജീവികളെ അന്വേഷിച്ച് നടക്കുന്ന ഉറുമ്പുകൾ ഇതിനെടുത്തുകൊണ്ടുപോയി ഭക്ഷിച്ചോളും. നമ്മളതിനെ കൊല്ലാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമതായിട്ട് ഇതിനെ നശിപ്പിക്കാനുള്ള മാർഗം, ഈ അലങ്കാര മത്സ്യങ്ങളെ വളർത്തുന്ന ടാങ്ക് ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിക്കാം. അവർക്കിത് ഭക്ഷണമാവും. വളരെ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്. കൂത്താടികൾ നശിക്കുകയും ചെയ്യും. വേറെയും പല മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് നമുക്കിതിനെ നശിപ്പിക്കാൻ കഴിയും. എല്ലാം ഞാനിവിടെ മറ്റൊരു സംശയം സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുമ്പോൾ ആളുകളുടെ മനസ്സിലുണ്ടാകുന്നത്, ഈ മഴക്കാലമൊക്കെ വരുമ്പോൾ ഇത് എത്രത്തോളം ഫലപ്രദം? കാരണം വളരെ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന മൺസൂൺ കാലത്തൊക്കെ ഈ വെള്ളം നിറച്ചു വെച്ചിട്ട് നമ്മൾ ഒഴിച്ച് കളയുന്നൊരു നശീകരണ രീതിയാണല്ലോ. വീണ്ടും ഈ പാത്രത്തിൽ വെള്ളം നിറയുന്നു, നമ്മുടെ പരിമിതിക്ക് അപ്പുറത്ത് നിന്ന് തന്നെ ഇത് കവിഞ്ഞു പോകുന്നു. പുറത്ത് വെച്ചിരിക്കുന്ന പാത്രങ്ങളാണല്ലോ. എങ്ങനെ അതിനെ ഫലപ്രദമായിട്ട്? മഴവെള്ളം കൊണ്ട് പാത്രം കവിഞ്ഞു പോയാലും കൂത്താടികളൊന്നും പുറത്തു വീഴില്ല. കാരണം ചെറിയ ഒരു അനക്കം ഉണ്ടായാൽ, ഈ വെളിച്ചത്തിൻ്റെ വ്യതിയാനം വന്നാൽ പോലും കൂത്താടികളെല്ലാം പെട്ടെന്ന് പാത്രത്തിൻ്റെ അടിയിലേക്ക് ഓടി മറിഞ്ഞു പോകില്ല. വെള്ളം നിറഞ്ഞു കവിഞ്ഞാലും പാത്രത്തിൽ നിന്ന് കൂത്താടികൾ താഴെ പോകുന്ന സാഹചര്യം സാധാരണഗതിയിൽ ഉണ്ടാവില്ല. കാരണം മഴവെള്ളം വീഴുമ്പോൾ വെള്ളം അനങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൂത്താടികൾ മുകൾ വശത്ത് വന്ന് നിൽക്കില്ല. അതുകൊണ്ട് തന്നെ മുകളിൽ നിന്ന് കവിഞ്ഞൊഴുകുമ്പോൾ ഇവർ പുറത്തു പോകില്ല. ഇത്തരം ഒരു സാങ്കേതിക വിദ്യ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് കൊതുക് നശീകരണത്തിനാണോ ഈ ജെം ടെക്നോളജി എന്നൊക്കെ തോന്നും സാധാരണ മനസ്സുകളിൽ. പക്ഷേ എങ്കിലും ഈ ഒരു സാങ്കേതിക വിദ്യ എങ്ങനെയാണ് കണ്ടെത്തി? വളരെ യാദൃച്ഛികമാണോ അതോ വളരെ ഗവേഷണം നടത്തിയാണോ താങ്കൾ ഇതിലേക്ക് വന്നത്? ഇത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഗവേഷണം നടത്തിയതെന്ന് പറയാം. കാരണം വെച്ചാൽ വളരെ യാദൃശ്ചികമായിരുന്നു. 1978 എൻ്റെ മകള് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ അവളെ കൊതുകടിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കൊതുക് വല, അംബ്രല, കുട പോലെയുള്ള കൊതുക് വല അവളെ വെച്ച് മൂടി കിടത്തിയിരുന്നു. ഞാനും ഭാര്യയും വേറൊരു വലിയ കൊതുക് വലയ്ക്കുള്ളിൽ കട്ടിലിലാണ് കിടന്നുകൊണ്ടിരുന്നത്. ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ വളരെയധികം കൊതുകുകൾ ചോര കുടിച്ച് വീർത്ത് ഈ വലയ്ക്കകത്തിരിക്കുന്നു, മകളുടെ വലയ്ക്കകത്തിരിക്കുന്നു. ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ മനസ്സിലായത്, കുട്ടിയുടെ കൈ തട്ടിയിട്ട് വലയുടെ അറ്റം തുറന്നു പോയി ആ പഴുതിൽ കൂടെ കൊതുകുകളെല്ലാം അകത്ത് കയറി അവളെ കടിച്ചു. ഞാനിതിനെക്കുറിച്ച് അന്ന് ഓഫീസിലെ ചായ സമയത്ത് കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ അവരെല്ലാവരും എന്നെ പരിഹസിച്ചു. ഞാനൊരു മണ്ടനാണ്, ഈ കാലത്ത് ആരും കൊതുക് വല ഉപയോഗിക്കാറില്ല, ഇപ്പം എല്ലാവരും കൊതുക് തിരികളാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. അന്ന് വൈകിട്ട് ഓഫീസിൽ നിന്ന് നേരെ ചാല ബസാറിൽ പോയി ഒരു പാക്കറ്റ് കൊതുക് തിരി വാങ്ങിച്ചു. തിരിച്ചു വരുന്ന വഴിക്ക് ബസ്സിലിരുന്ന് അവരുടെ പാംഫ്ലെറ്റ് എടുത്ത് അതിലത്തെ നിർദ്ദേശങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കി വീട്ടിൽ വന്നപ്പോൾ അവർ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു. നേരത്തെ കത്തിച്ച് വെച്ച് ജനലെല്ലാം തുറന്നിട്ട്, ആദ്യം തുറന്നിട്ട് കൊതുകുകളൊക്കെ പുറത്ത് പോയി കഴിയുമ്പോൾ അടച്ചിട്ട് കിടന്നുറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തു. അന്ന് രാത്രി കൊതുക് കടി ഉണ്ടായില്ല.
പക്ഷേ രാവിലെ എണീറ്റപ്പോൾ ഓഫീസിൽ പോകാൻ ഒരു ചെറിയ മടി പോലെ തോന്നുന്നു, ചെറിയൊരു ക്ഷീണം, ഒരു തലവേദന പോലെയൊക്കെ തോന്നി. എന്നാലും ഓഫീസിൽ പോകാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് അന്ന് ഓഫീസിൽ പോയി. ഈ തലവേദനയും ക്ഷീണവും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മാറിയില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ കാരണത്തിന് അന്വേഷിച്ചു, പല കാര്യങ്ങളും ആലോചിച്ചു. ആ ദിവസങ്ങളിൽ പുതിയ തരം എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ, പുതിയതായിട്ട് വേറെ എന്തെങ്കിലും ചെയ്തോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആലോചിച്ച് നോക്കി കഴിഞ്ഞു. 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ കൊതുകുതിരി ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷമാണ് ഈ തലവേദന അനുഭവപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം കൊതുകുതിരി ഉപയോഗിക്കാതെ കിടന്നുറങ്ങി. അടുത്ത രാവിലെ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനുഷ്യന് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടു. അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ മനസ്സിലായത് കൊതുകും മനുഷ്യനും ജീവികളാണ്. അപ്പോൾ കൊതുകിന് എന്തെങ്കിലും അസൗകര്യം ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കും ഈ തിരി കത്തിക്കുമ്പോൾ കൊതുക് പുറത്ത് പോകുന്നത്. അപ്പോൾ അതേ അസൗകര്യം തന്നെ നമുക്ക് ചെറിയ തോതിൽ മനുഷ്യനും അനുഭവപ്പെടും എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത എന്തെങ്കിലും ഒരു കൊതുക് നശീകരണ മാർഗം ഉണ്ടെങ്കിൽ കിട്ടണമല്ലോ എന്ന് ആലോചിച്ച് കുറേ ദിവസം ആലോചിച്ച് നടന്നു. വളരെ ഗാഠമായിട്ട് തന്നെ ആലോചിച്ചു. എൻ്റെ മനസ്സിൽ എല്ലാ സമയവും നിൽക്കുന്ന ലെവലിലേക്ക് ആലോചിച്ചിട്ടും എനിക്ക് ഒരു സൊല്യൂഷൻ കിട്ടിയില്ല. പക്ഷേ ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു സൊല്യൂഷൻ തോന്നി. ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ ഉപബോധ മനസ്സോ ദൈവമോ ആരോ എനിക്ക് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു കാര്യം നിക്ഷേപിച്ചതാണ്. പണ്ട് സ്കൂളിൽ 6ാം ക്ലാസ്സിൽ കൊതുക് വെള്ളത്തിലാണ് മുട്ടയിടുക എന്നും അതിൻ്റെ കൂത്താടികൾ വെള്ളത്തിലാണ് വളരുക എന്നുള്ള ഒരു പാഠം എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കണമെന്ന് വിചാരിച്ചു. അതിനോടനുബന്ധിച്ച് 1-2 ചെറിയ സംഭവങ്ങളുണ്ട്, ഞാനത് ഇവിടെ വിവരിക്കുന്നില്ല, സമയം വെറുതെ കളയേണ്ട ആവശ്യമില്ല. പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ച് നോക്കി. നമ്മൾ വയ്ക്കുന്ന പാത്രത്തിൽ കൊതുക് വന്ന് മുട്ടയിടുമോ എന്നറിയാൻ വേണ്ടിയാണ് അത് ചെയ്തത്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പാത്രത്തിൽ കൂത്താടികളെ കണ്ടു. അപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം നമ്മൾ വയ്ക്കുന്ന പാത്രത്തിലും കൊതുക് വന്ന് മുട്ടയിടും, അഴുക്ക് വെള്ളത്തിൽ മാത്രമല്ല മുട്ടയിടുക എന്ന് മനസ്സിലായി. അങ്ങനെ ഇതിനെ കൊല്ലാനായിട്ടുള്ള മാർഗത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ മണ്ണെണ്ണ ഒഴിച്ചാൽ കൂത്താടികൾ ചാവും എന്നും സ്കൂളിൽ പഠിപ്പിച്ചത് എനിക്ക് ഓർമ്മ വന്നു. പക്ഷേ മണ്ണെണ്ണ എല്ലാ ദിവസവും പണം കൊടുത്ത് വാങ്ങി ഇതിന് ഉപയോഗിക്കുന്നത് നല്ലതല്ല എന്ന് തോന്നി. അത് മാത്രമല്ല മണ്ണെണ്ണ കലർന്ന വെള്ളം തറയിൽ ഒഴിച്ചാൽ ചെടികളുടെയൊക്കെ വേര് ഉണങ്ങിപ്പോവും, അങ്ങനത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് അത് വേണ്ട എന്ന് വിചാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എന്തായാലും വെള്ളത്തിൽ വളരുന്ന ജീവി ആയതുകൊണ്ട് വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് അതിന് വളരാൻ കഴിയില്ല എന്നുള്ള ഒരു തോന്നലുണ്ടായി. അങ്ങനെ സ്വന്തം കണ്ടെത്തലായിരുന്നു ഇത്. വെള്ളം മറിച്ച് കൊടുത്ത് വെള്ളം മുറ്റത്ത് ഒഴിച്ചിട്ട് ഞാൻ നോക്കിയിരുന്നു എന്താ സംഭവിക്കുന്നതെന്ന്. മണൽ പ്രദേശമായിരുന്നു, വെള്ളം വറ്റി നോക്കിയിരുന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഉറുമ്പുകൾ വന്ന് ഈ കൂത്താടികൾ എടുത്തുകൊണ്ട് പോയി. മറ്റൊരു ദിവസം ഉറുമ്പ് വരാത്തൊരു സ്ഥലത്ത് ഒഴിച്ച് ഞാൻ കാത്തിരുന്നു. അപ്പം വെയിൽ കൊണ്ട് കുറേ കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ചത്തുപോയി. അപ്പോൾ അങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയത്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പറയാറുള്ളത് സാധാരണ കണ്ടുപിടുത്തങ്ങളൊക്കെ ലാബറട്ടറികളിലാണ് നടക്കാറുള്ളത്. എന്നിട്ടാണ് പിന്നെ ഫീൽഡിലേക്ക് പ്രവർത്തന മേഖലയിലേക്ക് വരാതെ ഇത് പ്രവർത്തന മേഖലയിലാണ് വികസിപ്പിച്ചത്. അതിനുശേഷമാണ് ഇതിനോട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. നിലവിലുള്ള നമ്മുടെ ആരോഗ്യവകുപ്പ് അധികൃതർ തന്നെ പറയുന്നത് വെള്ളം കെട്ടിക്കിടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. അതാണ് പകർച്ചപ്പനിയും ചിക്കൻ ഗുനിയൊക്കെ പകരുന്നതിനുള്ള പ്രധാന കാരണം. അതിനെ തികച്ചും ഘടകവിരുദ്ധമായ കണ്ടുപിടുത്തമല്ലേ താങ്കൾ നടത്തി? എങ്ങനെയാണ് അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നത്? വെള്ളം ചിരട്ടയിൽ പോലും തങ്ങി നിൽക്കരുതെന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ നിർദ്ദേശം നൽകുന്ന ഒരു സ്ഥലത്ത് എങ്ങനെ ഇത് ഫലപ്രദമായിട്ട് ഈ സന്ദേശം എത്തിക്കാൻ കഴിയും? വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് എന്ന് പറയുന്ന നിർദ്ദേശം ഒന്ന് അപ്രായോഗികമാണ്, പിന്നെ ഒന്ന് അത് ബലശൂന്യവുമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ രാജാവ് നഗ്നനാണ് എന്ന് ഒരു കുട്ടി പണ്ട് പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരാൾ പറഞ്ഞേ പറ്റൂ. ഇപ്പോൾ ലോകാരോഗ്യ സംഘടന പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം അത് ശരിയാണെന്ന് വിശ്വസിച്ച് അതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിരുന്നതുകൊണ്ട് കാര്യമില്ല. കാരണം 110 വർഷമായി കൊതുകിനെതിരെ മനുഷ്യൻ സംഘടിതമായി പൊരുതി തുടങ്ങിയിട്ട് ഇപ്പോഴും കൊതുകിനെ പേടിച്ച് മനുഷ്യൻ വലയ്ക്കുള്ളിൽ ഒളിക്കുന്ന അല്ലെങ്കിൽ നാടുവിട്ടു പോകുന്ന സ്ഥിതി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബലിതരൂപേണ പറഞ്ഞു കേട്ടിട്ടുള്ളത് ലോകത്തുള്ള എല്ലാ ജീവികളെയും വലയിട്ട് പിടിക്കുന്ന മനുഷ്യൻ കൊതുകിനെ കാണുമ്പോൾ മാത്രം വല കയറി സ്വയം ഒളിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ നമ്മളോട് പറയുന്നത് പൊട്ടിയ കുപ്പി, ചിരട്ട, പഴയ ടയർ ഇതൊന്നും തുറസായ സ്ഥലങ്ങളിൽ വലിച്ചെറിയരുത്, മഴവെള്ളം കെട്ടി നിന്ന് അതിൽ കൊതുക് മുട്ടയിട്ട് പെരുകും എന്നുള്ളതാണ്. അത് ശരിയാണ്. തുറസായ സ്ഥലങ്ങളിൽ പാത്രങ്ങൾ വലിച്ചെറിഞ്ഞാൽ അതിൽ വെള്ളം കെട്ടി നിന്ന് കൊതുക് മുട്ടയിട്ട് പെരുകും എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് ചെയ്യാതിരുന്നത് കൊണ്ട് കൊതുക് പെരുകാതിരിക്കില്ല. കൊതുകിന് 100 കണക്കിന് കിലോമീറ്റർ ദൂരത്ത് പറന്നു പോകാനും വെള്ളമുള്ള സ്ഥലം കണ്ടുപിടിക്കാനും ഒക്കെ ഉള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ പറമ്പിൽ വെള്ളം കിട്ടിയില്ലെങ്കിൽ കൊതുക് മുട്ടയിടാതിരിക്കില്ല. കാരണം കൊതുകിൻ്റെ ശരീരത്തിൽ മുട്ട വളരുന്നത് മുട്ടയിടാനുള്ള വെള്ളം ഉണ്ടോ എന്ന് നോക്കിയിട്ടല്ല, അതൊരു പ്രകൃതിയുടെ ഒരു പ്രക്രിയയാണ്. അതിനെ വെള്ളമില്ലാത്തതുകൊണ്ട് മാത്രം കൊതുകിന് അനിശ്ചിതമായിട്ട് പിടിച്ചു നിർത്താനോ മുട്ട ഇടാതിരിക്കാനോ കഴിയില്ല.
അപ്പോൾ കൊതുക് എവിടെയെങ്കിലും പോയി വെള്ളത്തിൽ മുട്ടയിടും. ഇനി അഥവാ വെള്ളം ഉള്ള സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് മുട്ട പുറത്ത് വന്നാൽ തന്നെ അതിനും ദൈവം പ്രതിവിധി കണ്ടുവച്ചിട്ടുണ്ട്. വെള്ളമില്ലാത്ത സ്ഥലത്ത് വീഴുന്ന മുട്ട അടുത്ത മഴക്കാലം വരെ കേടുവരാതെ കിടക്കുമെന്നാണ് ഗവേഷകർ കണ്ടുപിടിച്ച് പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത മഴക്കാലം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അടുത്ത വർഷമാവാം. അപ്പോൾ ഒരു വർഷം വരെ ഈ മുട്ട കേടുവരാതെ ഇരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്രയും മുട്ട അത്രയും കേടുവരാതിരിക്കുമെങ്കിൽ നമ്മൾ ഈ പുറത്ത് വെള്ളം ഒഴിച്ചു കഴിയുന്ന കൂത്താടി ഉണ്ടല്ലോ, അതിനും ഒരു ജീവിക്കാനുള്ള ഒരു അവസരം കൊടുത്തിരിക്കും. ഇല്ല, കൂത്താടി മുട്ട വിരിഞ്ഞു പോയില്ല. ഇപ്പം പയറുമണി നമുക്ക് വളരെയധികം കാലം കേടുവരാതെ വെക്കാം. 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞ് നട്ടാലും മുളയ്ക്കും. പക്ഷെ പയറുമണി വെള്ളത്തിൽ വീണ് മുളയ്ക്കാൻ തുടങ്ങിയാൽ പിന്നെ അത് എടുത്തു വെച്ചാൽ പിന്നെ നടാൻ പറ്റില്ല, കേടുവന്നു പോകും. നമ്മൾ വെള്ളം മറിച്ചു കഴിഞ്ഞാൽ മറിച്ചു കഴിഞ്ഞാൽ അതിലുള്ള മുട്ടകൾ പോലും നശിച്ചു പോകും. കൂത്താടികൾ നശിക്കുന്നുള്ള ഉറപ്പാണ്, ജീവികൾ. അതല്ലാതെ മുട്ടകൾ പോലും നശിച്ചു പോകും. കാരണം കൊതുക് മുട്ടയിടുമ്പോൾ വെള്ളവുമായിട്ട് സ്പർശിച്ചാൽ ഉടനെ വിരിയൽ തുടങ്ങും. ഇപ്പോൾ നമ്മൾ 5 ദിവസം അടവെച്ച കോഴിമുട്ട മാറ്റി വെച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അടവെച്ചാൽ അത് വിരിയില്ല. കാരണം ഈ 2 ദിവസം കൊണ്ട് അതിൻ്റെ ഭ്രൂണം ചത്തുപോകും. അതുപോലെ വെള്ളത്തിലിട്ട മുട്ട വിരിയാൻ തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞിട്ട് അത് താഴെ വീണ് വെള്ളം വറ്റിപ്പോയാൽ ആ മുട്ട അവിടെ കിടന്ന് കേടുവരികയുള്ളൂ. അത് കേടുവരാതെ കിടക്കില്ല. ആദ്യമേ തന്നെ വെള്ളമില്ലാത്ത സ്ഥലത്ത് വീഴുന്ന മുട്ടയാണ് 1 വർഷം വരെ കേടുവരാതിരിക്കുന്നത്. വിരിഞ്ഞ് തുടങ്ങിയ മുട്ടയല്ല. അല്ല, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കൊതുകുകൾ സ്വാഭാവികമായിട്ട് താങ്കൾ ഈ പറഞ്ഞ ഈ പരിഹാര മാർഗത്തിലൂടെ മുട്ടയിടുന്നു. ആ മുട്ട ഇട്ട വെള്ളം നമ്മൾ കൂത്താടിയാകുമ്പോൾ തന്നെ നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒഴിച്ചു കളയുന്നു. പക്ഷെ എങ്കിലും ഇത് അല്ലാതെ തന്നെ മറ്റുള്ള ദിവസങ്ങളെല്ലാം കൊതുകിൻ്റെ ഭീഷണി നമ്മളെ പിന്തുടരുമല്ലോ. ഈ മുട്ടയിട്ട കൊതുകുകളും അല്ലെങ്കിൽ അതിനെ കൊല്ലാനുള്ള ഒരു പരിഹാര മാർഗ്ഗം ഇതിൽ നിർദ്ദേശിക്കുന്നില്ല. ഇല്ല, അതിന് പരിഹാര മാർഗ്ഗം ഇപ്പം ഒന്നാമത്തെ കാര്യം, നമ്മളെ വീട്ടിൽ വരുന്ന കൊതുകിനെ പോലും നമ്മൾ കൊല്ലുന്നില്ല. അവരുടെ അടുത്ത തലമുറയെ മാത്രമേ കൊല്ലുന്നുള്ളൂ. കാരണം ഈ പറക്കാൻ തുടങ്ങിയ കൊതുക് 6 മുതൽ 8 ആഴ്ച വരെ ജീവിക്കുകയുള്ളൂ. അപ്പോൾ 8 ആഴ്ച 2 മാസത്തിനുള്ളിൽ അവർ സ്വയം ചത്തുപൊക്കോളും. നമ്മൾ അതിൻ്റെ പുറകെ ഓടേണ്ട ആവശ്യമില്ല. അവരുടെ വരും തലമുറയെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരുന്നാൽ ഈ 2 മാസം കഴിയുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള കൊതുകുകളെല്ലാം ചത്തു തീരുകയും അവരുടെ മക്കളെ നമ്മൾ കൊല്ലുകയും ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് ഒരു കുറവ് നമുക്ക് അനുഭവപ്പെടും. അതാണ് സംഭവിക്കുന്നത്. പിന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കൊതുകുകളെ കുറിച്ച് ചിലരൊക്കെ ചോദിക്കാറുണ്ട്. അതെ, ഇപ്പം നമ്മുടെ വീട് മാത്രം സുരക്ഷിതമാക്കിയിട്ട് കാര്യമല്ല. നമ്മുടെ വീട് മാത്രമല്ല സുരക്ഷിതമാക്കുന്നത്. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ പാത്രത്തിൽ വെള്ളം വയ്ക്കുമ്പോൾ സംഭവിക്കുന്നത്, ഇന്നലെ വരെ മറ്റുള്ള ഓടയിലോ കുളത്തിലോ തോട്ടിലോ മുട്ടയിട്ടിരുന്ന കൊതുകുകളാണ് ഇതിൽ മുട്ടയിടുന്നത്. അപ്പോൾ ഇതിൽ മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വീണ്ടും ഓടയിൽ പോയി മുട്ടയിടാൻ മുട്ടയില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, ഞാൻ വെച്ച പാത്രത്തിൽ 10 കൂത്താടിയെ കിട്ടിയാൽ അതിനർത്ഥം വേറെ ഏതോ കുളത്തിലോ ഓടയിലോ തോട്ടിലോ 10 മുട്ടയുടെ കുറവുണ്ടായി. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഉൽപാദനം നടക്കുന്ന സ്ഥലത്താണ് കുറവ് വരുന്നത്, നമ്മുടെ വീട്ടിലല്ല. അങ്ങനെ അവിടെ കുറവ് വരുന്ന എണ്ണത്തിൽ വരുന്ന കുറവ് കൊണ്ട് കൊതുകിൻ്റെ വ്യാപനത്തിൽ മൊത്തത്തിൽ കുറവ് വരുമ്പോഴാണ് നമ്മുടെ വീട്ടിലും കൂടെ കുറയുന്നത്. അപ്പോൾ ആ പരിസരത്തുള്ള കുറേ വീടുകളിലും കൂടെ കൊതുക് ശല്യം ഇതോടൊപ്പം കുറയും. അപ്പോൾ ഒറ്റപ്പെട്ട് നമ്മുടെ വീട്ടിൽ മാത്രം ഈ പരിഹാര മാർഗം സ്വീകരിച്ചാൽ മറ്റുള്ളവർ ഇതിനെ ഒരു മണ്ടൻ തീരുമാനമോ കണ്ടുപിടുത്തമായിട്ട് പൊതുവെ അങ്ങ് നിരസിച്ചിട്ടിരിക്കുകയും ചെയ്താൽ ഇവിടെ മാത്രം കൊണ്ട് കൊതുക് ശല്യം പരിഹരിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ മാത്രം കൂത്താടി നശിപ്പിച്ചാൽ കൊതുകിൻ്റെ അടുത്ത തലമുറ നശിക്കുന്നില്ല. അടുത്ത വീടുകളിൽ വീണ്ടും ഇത് കെട്ടി വളർന്നു വരാനുള്ള സാഹചര്യം സ്വാഭാവികമായിട്ട് താങ്കൾ പറഞ്ഞ പോലെ മഴവെള്ളവും മറ്റോ കെട്ടിക്കിടന്നുണ്ടല്ലോ. ഒരു വീട്ടിൽ മാത്രം ചെയ്താലും ആ ഭാഗത്ത് കൊതുക് ശല്യത്തിൽ കുറവ് വരും എന്നുള്ള ഉറപ്പാണ്. ഒരു വ്യാപകമായ ഒരു കുറവ് വരുത്താൻ സാധിക്കില്ല എന്നുള്ളൂ. ഇപ്പം നമ്മുടെ വീട്ടിലൊരു മെഴുതിരി കത്തിച്ച് വെച്ചാൽ കുറച്ച് പുറത്തേക്കൊക്കെ വെളിച്ചം വരും. നാട്ടിൽ മുഴുവൻ വെളിച്ചം വേണമെങ്കിൽ നമ്മൾ റോട്ടിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഇടുന്നത് പോലെ. അപ്പോൾ അതുപോലെ ഒരു വീട്ടിൽ മാത്രം ചെയ്താലും ഇതിന് ഫലം കിട്ടും. നാട്ടിലെ മുഴുവനും ശല്യം ഒഴിവാക്കണമെങ്കിൽ വ്യാപകമായിട്ട് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. സർക്കാരിൻ്റെ സംവിധാനങ്ങൾ തന്നെ താങ്കളുടെ ഈ കണ്ടുപിടുത്തോട് മുഖം തിരിച്ചു നിൽക്കുമ്പോൾ എങ്ങനെ ഈ സന്ദേശം ഫലപ്രദമായിട്ട് ഇത് പ്രായോഗികമാണെന്നുള്ള രീതിയിൽ ജനങ്ങളിൽ എത്തിക്കാൻ കഴിയും? അതിനെക്കുറിച്ചുകൂടെ ചിന്തിച്ചിട്ടുണ്ട്. അത് ഞാൻ സർക്കാർ ഏജൻസികളും ഇതുമായി ബന്ധപ്പെട്ട അധികാരികളെല്ലാം വളരെയധികം പ്രാവശ്യം സമീപിച്ചിട്ടുണ്ട്. അവരെല്ലാം പൊതുവെ നിഷേധാത്മകമായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്റ്റീവ്സ്. വേറൊന്ന്, ഈ മാർഗം നടപ്പിലാക്കുന്നതിന് കാര്യമായ പണച്ചെലവില്ല. അപ്പോൾ പണച്ചെലവില്ലാത്തതുകൊണ്ട് മാത്രം ചിലർക്ക് താല്പര്യക്കുറവുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാനിപ്പോൾ ചെയ്യുന്നത് നേരിട്ട് ജനങ്ങളുമായിട്ട് ഇടപെടുകയാണ്. പത്രസമ്മേളനം, അല്ലെങ്കിൽ TV പ്രോഗ്രാംസ്, ഈ റെസിഡൻസ് അസോസിയേഷനുകളിലെ വാർഷിക യോഗങ്ങൾ, മറ്റ് സംഘടനകൾ വർഷം തോറും ഇറക്കുന്ന സൊവനീറുകളിൽ ലേഖനം, ഇങ്ങനെയൊക്കെ എഴുതി ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിക്കുക എന്നുള്ളൊരു രീതിയാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ലഭിച്ച പ്രതികരണം എങ്ങനെയാണ്? അതായത് സാധാരണക്കാർ ഇതുവരെ ഞാൻ സംസാരിച്ച യോഗങ്ങളിലൊന്നും എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിച്ചോ, കഴിയുമെങ്കിൽ ആരെങ്കിലും ഇത് തെറ്റാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തുക.
ഈ 20-30 വർഷത്തിനിടയ്ക്ക് ഒരാൾക്കും എന്നെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ സംസാരിക്കുന്നത് കേട്ട ആരും ഇതിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അവസാനം വരെ പറഞ്ഞു നിൽക്കാറില്ല. കാരണം അവർ ചോദിക്കുന്ന ഓരോ സംശയത്തിനും വ്യക്തമായ ഉത്തരം എൻ്റെ മനസ്സിലിങ്ങനെ തോന്നും. മുൻകൂട്ടി വായിച്ച് പഠിച്ചതല്ലെങ്കിൽ പോലും പലപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നും. അത് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. സംസാരിക്കാൻ കഴിയുന്നവരെല്ലാം ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നിത്യജീവിതത്തിൽ പൊതുവെ തിരക്ക് പിടിച്ചൊരു മലയാളി, ഒരു ശരാശരി മലയാളി താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇതുപോലെ വെള്ളം പിടിച്ചു വയ്ക്കുക, അത് മറിച്ച് കളയാനും ഒക്കെ വേണ്ടി കാത്തു നിൽക്കും, അതിനുവേണ്ടി സമയം കണ്ടെത്തുമെന്ന്? അതിന് ഞാൻ എൻ്റെ ഒരു വിശദീകരണം ഉള്ളത്, ഈ നിത്യജീവിതത്തിൽ തിരക്കുള്ള മലയാളിയാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ദിവസേന ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മൾ പല്ല് വെച്ച് പോകുമ്പോഴും ഓഫീസിൽ പോകാൻ വേണ്ടി കുളിച്ച് വൃത്തിയാവും, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. മറക്കാതെ വാങ്ങിക്കും, മറക്കാതെ വാങ്ങിക്കും, കത്തിക്കും, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ആഴ്ചയിൽ ഒരു ദിവസം 5 മിനിറ്റ് അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്യാൻ പറ്റാത്തത്, അല്ലാതെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ല. അപ്പോൾ മാസത്തിലൊരിക്കലാണ് നമുക്ക് ശമ്പളം കിട്ടുന്നത്. ഒരാളും ശമ്പള ദിവസം മറക്കാറില്ല. ലീവിലാണെങ്കിൽ പോലും അന്ന് ഓഫീസിൽ വരും. അപ്പം നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയാണ് ഇതിൽ കാര്യം. ഇത് ആവശ്യമുള്ളൊരു കാര്യമാണ് എന്നുള്ള തോന്നലുണ്ടായാൽ മതി. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ചിക്കുൻ ഗുനിയെ പിടിച്ച് 65,000 പേർക്ക് കേരളത്തിൽ ആകെ ചിക്കുൻ ഗുനിയെ പിടിച്ചു. അതിൽ 50,000 പേര് ചേർത്തലയിലായിരുന്നു, 200 പേര് മരിച്ചു. പക്ഷെ അന്ന് ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും ചെയ്യാൻ ഇറങ്ങിയില്ല. കാരണം വെച്ചാൽ കഴിഞ്ഞ 10-20 വർഷത്തെ എൻ്റെ അനുഭവം വെച്ചിട്ട് വെറുതെ ഈ ബഹളത്തിൽ പോയി പങ്കെടുക്കണ്ട എന്ന് വിചാരിച്ച് ഉണ്ടാതിരുന്ന. അതിനല്ല, കഴിഞ്ഞ കൊല്ലം ഗവൺമെൻറ് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു. ഡൽഹിയിൽ നിന്ന് ആരോഗ്യമന്ത്രി വന്നു, അവരുടെ വിദഗ്ധന്മാർ വന്നു, കേരളത്തിലെ ആരോഗ്യവകുപ്പും എല്ലാവരും ശ്രമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു. കീടനാശിനി തെളിച്ചു, ലാർവനാശിനി തെളിച്ചു, ഫോഗിങ് നടത്തി, റോഡ് സൈഡിലുള്ള കുറ്റിക്കാടുകളൊക്കെ വെട്ടിക്കളഞ്ഞു, പാത്രങ്ങളെല്ലാം കമത്തി വെച്ചു, ആളുകൾ ഇതൊക്കെ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും ഇക്കൊല്ലം ഇപ്പോൾ ഇന്നത്തെ പേപ്പറിൽ തന്നെ ഇന്നലെ 14 പേര് മരിച്ചു. പക്ഷെ ഒരു സമയം ആ സമയത്ത് ഏറ്റവും ഫലപ്രദമായിട്ട് ഈ സന്ദേശം സർക്കാരിന്റെ അധികൃതരുടെ, അതുകൊണ്ടാണ് ഇക്കൊല്ലം ഞാൻ ശ്രമിക്കുന്നത്. കാരണം വെച്ചാൽ കഴിഞ്ഞ കൊല്ലം ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടും ഇക്കൊല്ലം ഉണ്ടായപ്പോൾ ഭരണാധികാരികൾക്കെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും, അവരുടെ കയ്യിലുള്ള ആയുധത്തിന് മൂർച്ചയില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ശ്രമം നടത്തുന്നത്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ചേർത്തല, അതായത് ആലപ്പുഴ ജില്ലയുടെ ഭാഗങ്ങളിൽ നമ്മൾ ഈ പറയുന്ന ഈ പാത്രങ്ങളിലെ വെള്ളത്തേക്കാൾ ഫലപ്രദമല്ല ഇത്രയേറെ ജലാശയങ്ങളുള്ളപ്പോൾ ഇതേ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടെ എന്തെങ്കിലും വ്യാപകമായ ഒരു കൊതുക് നിഷേധത്തിലുള്ള ഒരു പുതിയ കണ്ടുപിടുത്തമല്ലേ? ഒരു കാര്യം ചെയ്യാവുന്നത്, കൊതുകിൻ്റെ കൂത്താടികൾ തിന്നുന്ന ഒരു 50-60 തരം മത്സ്യങ്ങളെ കുറിച്ച് ഉള്ള വിവരം ബന്ധപ്പെട്ടവരുടെ കയ്യിലുണ്ട്, എൻ്റെ കയ്യിലുണ്ട് ആ മീനുകളുടെ പേരൊക്കെ. അത്തരം മത്സ്യങ്ങളെ വേണമെങ്കിൽ ഈ ജലശേഖരങ്ങളിൽ വളർത്താം. ഇത് ഗപ്പി എന്ന് പറയുന്ന ഒരു ചെറിയ മത്സ്യമുണ്ട്, അതിന് ഗംബൂസിയ ഫിനിസ് എന്നാണ് അതിൻ്റെ ശരിക്കുള്ള പേര്. അത് മറ്റൊരു രാജ്യത്ത് നിന്ന് കൊതുക് നശീകരണത്തിന് ഇന്ത്യയിൽ കൊണ്ടുവന്നതാണ്. ഒരു 2 ഇഞ്ചിൽ കൂടുതൽ വളരില്ല. കൊതുക് നശീകരണത്തിന് ഉപയോഗിക്കുന്ന മത്സ്യങ്ങൾക്ക് വേണ്ടതായി പറയുന്ന എല്ലാ ഗുണഗണങ്ങളും ഈ മത്സ്യത്തിനുണ്ട്. ഒരു ദിവസം 80 മുതൽ 120 വരെ കൂത്താടികളെ ഒരു മത്സ്യം തിന്നുമെന്നാണ് പറയുന്നത്. പിന്നെ കൊതുക് നശീകരണത്തിന് ഉപയോഗിക്കുന്ന മത്സ്യങ്ങൾക്ക് വേണ്ടതായ ഗുണഗണങ്ങൾ പറയുന്നത്, ഒന്ന്, ഇത് ഭക്ഷ്യയോഗ്യമായിരിക്കരുത്. നമുക്ക് ഭക്ഷിക്കാവുന്ന അത്ര വലിപ്പമുള്ള മീനായാൽ ആളുകൾ പിടിച്ച് കറി വയ്ക്കും, അതുകൊണ്ട് കാര്യം നടക്കില്ല. അതുകൊണ്ട് ചെറുതായിരിക്കണം. അത് ഈ മീനിനുണ്ട്. വളരെ വേഗത്തിൽ ചലിക്കാനുള്ള കഴിവ് വേണം, ഈ ഗപ്പിക്ക് അതുണ്ട്. പിന്നെ സർഫസ് ഫീഡർ, ജലത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ഇര തേടുന്നതായിരിക്കണം. കാരണം കൂത്താടികൾ ശ്വസിക്കാൻ വേണ്ടി മുകളിൽ വരുമ്പോൾ പിടിച്ച് തിന്നുന്ന ആയിരിക്കണം എന്നുള്ളതാണ്. അതും ഈ ഗപ്പിക്കുണ്ട്. നമ്മുടെ നാട്ടിൽ സാധാരണ കാണാറുള്ള ഈ പൂച്ചുട്ടി എന്ന് പറയും, മാനത്ത് കണ്ണി, ആ മത്സ്യം ഏകദേശം ഈ വർഗത്തിൽ പെടുന്നതാണ്. മലയാളിക്ക് മറ്റൊരു മനസ്സിലുണ്ടാകുന്ന ഒരു സംശയം, കുടിവെള്ളത്തിന് പോലും ബുദ്ധിമുട്ടുന്ന ഒരു സംസ്ഥാനത്ത് പല പ്രദേശങ്ങളിലും നമ്മൾ ഈ വെള്ളം ശേഖരിച്ചു വെക്കുക, അത് പാഴാക്കി കളയുകയും ചെയ്യുന്ന ആ ഒരു പരിഹാര മാർഗം അവരെത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുമെന്ന് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനും പരിഹാരമുണ്ട്. വെള്ളം കളയേണ്ട ആവശ്യമില്ല. ഒരു പാത്രത്തിൽ ഒഴിക്കാൻ ആവശ്യമുള്ള ഒരു 300-400 മില്ലി വെള്ളം തന്നെ നമുക്ക് തുടർന്ന് ഉപയോഗിക്കാം. അല്ല, അതിലപ്പോൾ കൂത്താടി അതിന് ഞാൻ സൂത്രം പറഞ്ഞുതരാം. ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഒരു തുണി വിരിച്ചിട്ട് ഈ കൂത്താടിയുള്ള വെള്ളം തുണിയിൽ ഒഴിക്കുക. അപ്പോൾ കൂത്താടികൾ തുണിയിൽ തടഞ്ഞു നിൽക്കും, വെള്ളം പാത്രത്തിൽ ശേഖരിക്കും. ഈ തുണിയെടുത്ത് നിലത്ത് കുടഞ്ഞു കളഞ്ഞാൽ മതി, അവിടെ കിടന്ന് കൂത്താടികൾ ചത്തോളും. ഇതേ വെള്ളം തന്നെ നമുക്ക് കൊതുകിന് മുട്ടയിടാൻ വേണ്ടി വേറെ പാത്രത്തിലേക്ക് നിറച്ചു കൊടുക്കാം. അപ്പോൾ തുണി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു ചിരട്ടയിൽ കുറച്ച് മണ്ണ് നിറച്ചിട്ട് അതിലേക്ക് ഒഴിച്ചാലും ഇതുപോലെ വെള്ളം താഴേക്ക് പുറത്ത് കിട്ടുകയും ചെയ്യും. കൂത്താടികൾ മുകളിൽ കിടക്കും.
അപ്പോൾ അതേ വെള്ളം തന്നെ നമുക്ക് തുടർന്ന് ഉപയോഗിക്കാം, നശിപ്പിക്കേണ്ട ആവശ്യമില്ല. വീട്ടുവളപ്പിൽ നമ്മളിപ്പം താങ്കൾ ഈ പറഞ്ഞ ജെം ടെക്നോളജി പ്രകാരം കൊതുകുകളെ ആകർഷിക്കാൻ വേണ്ടി വെക്കുന്ന പാത്രങ്ങളിലെ വെള്ളത്തിൽ തന്നെ വന്ന് കൊതുകുകൾ മുട്ടയിടും എന്ന് കരുതുന്നത്? അത് നമ്മൾ ഏകദേശം അതേപോലത്തെ ഒരു സ്ഥലത്താണ് വെക്കുന്നത്. വീടിൻ്റെ അടുത്താണ് വെക്കാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് വീടിൻ്റെ അടുത്താണ്. കാര്യം പെൺകൊതുക് ചോര കുടിക്കാൻ വേണ്ടി നമ്മുടെ വീടുകളിൽ വരും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അതൊരു ജനിതക റിക്വയർമെൻറ്റ്, ആവശ്യമാണ്. ചോര കുടിക്കാത്ത കൊതുകിൻ്റെ മുട്ട വിരിയില്ല, ജനറ്റിക്കലി ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അതുകൊണ്ട് കൊതുക് ചോര കുടിക്കാൻ നമ്മുടെ വീട്ടിൽ വരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ വയറ് നിറയെ ചോര കുടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ചോര കുടിച്ചാൽ അതിന് ഒരാഴ്ചത്തേക്ക് വിശക്കില്ല. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ശരീരഭാഗത്തിൻ്റെ 90% വയറാണ്. നമ്മുടെ പോലെയല്ല. ഞാനിപ്പം 60 കിലോ തൂക്കമുള്ള ഒരാൾ 1/2 കിലോ ഭക്ഷണമാണ് ഒരു പ്രാവശ്യം കഴിക്കുക. കൊതുക് 60 കിലോ തൂക്കം ഉണ്ടെങ്കിൽ 120 കിലോ ഭക്ഷണം ഒരു സമയത്ത് കഴിക്കാൻ പറ്റും. ആ രീതിയിലെ കൊതുകിൻ്റെ വയറ്. അതുകൊണ്ട് തന്നെ ചോര കുടിച്ചു കഴിഞ്ഞാൽ കൊതുക് ദൂരത്തൊന്നും പറന്നു പോവില്ല. വീടിനകത്ത് അഴയിലിട്ടിരിക്കുന്ന തുണിയുടെ മറവിലോ കട്ടിലിൻ്റെ അടിയിലോ ഒക്കെ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. പിന്നെ മുട്ടയിടണമെന്ന് തോന്നുമ്പോഴാണ് അത് പുറത്ത് വെള്ളം അന്വേഷിച്ച് പുറപ്പെടുന്നത്. അപ്പോൾ വെള്ളം അന്വേഷിക്കുമ്പോൾ അതിന് സൂര്യപ്രകാശത്തിലേക്ക് പോകാനാണ് അതിൻ്റെ താല്പര്യം. വീടിനകത്തുള്ള ക്ലോസറ്റിലെ വെള്ളം ശ്രദ്ധയിൽപ്പെട്ടാൽ ആ കൊതുകുകൾ അതിൽ മുട്ടയിടും. അല്ലാത്ത കൊതുകുകളെല്ലാം ജനലിൽ കൂടെ പുറത്ത് കടന്നിട്ടാണ് മുട്ടയിടാൻ വെള്ളം അന്വേഷിക്കുന്നത്. അപ്പോൾ പുറത്ത് കടക്കുമ്പോൾ തന്നെ കൊതുകിൻ്റെ ശ്രദ്ധയിൽ വെള്ളം പെടുന്നതിന് വേണ്ടിയാണ് വീടിനടുത്ത് പാത്രത്തിൽ വെള്ളം വയ്ക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ മറ്റു സ്ഥലത്തുള്ള കൊതുകിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ വീട്ടിൽ വന്ന കൊതുക് വേറെ സ്ഥലത്ത് പോയി മുട്ടയിടുന്ന ഒഴിവാക്കലാണ് ഇതിൻ്റെ ഒന്നാമത്തെ പർപ്പസ്. എങ്കിലും കൊതുക് ഒരു സ്ഥലത്ത് മുട്ടയിട്ടാൽ ആ മുട്ടയുടെ കൂടെ ഫെറമോൺ എന്ന് പറയുന്ന ഒരു ജൈവ വസ്തു അതിൽ വീഴും. ഇതും ദൈവം എടുത്തിട്ടുള്ള ഒരു മുൻകരുതലാണ്. പണ്ട് എല്ലാ സ്ഥലത്തൊന്നും വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം ഇല്ലാത്തതുകൊണ്ട് വളരെ ദൂരത്തുനിന്ന് കൊതുകിന് വെള്ളമുള്ള സ്ഥലം മനസ്സിലാക്കാൻ പറ്റില്ല. ആ വെള്ളത്തിൻ്റെ പരിസരത്തുള്ള ഊഷ്മാവിലുള്ള വ്യത്യാസം കൊണ്ടാണ് മനസ്സിലാക്കിയാണ് കൊതുക് എത്തുന്നത്. പക്ഷേ ഒരു കൊതുക് വെള്ളം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ വെള്ളം അവിടെ ഉണ്ടെന്ന് ദൂരത്തുള്ള കൊതുകുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതിൽ ഫെറമോൺ എന്ന സാധനം വീഴുന്ന സംവിധാനം ദൈവം ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദൂരത്തുള്ള കൊതുകുകളും ഈ വെള്ളമുള്ള സ്ഥലം മനസ്സിലാക്കി അതിൽ മുട്ടയിട്ടുള്ളൂ. ഇപ്പോൾ വീടുകളിൽ മാത്രമല്ല, മലയാളി പോയി നിൽക്കുന്ന ബസ് സ്റ്റാൻഡുകൾ, തിയേറ്ററുകൾ, എല്ലാ പൊതുസ്ഥലങ്ങളിലും ഈ കൊതുക് ശല്യമുണ്ട്. അവിടെ എത്രത്തോളം ഇത് അതായത് ആരും നാഥനില്ലാത്ത കളരികളായിരിക്കുന്ന സർക്കാർ സ്ഥാപനം, ആശുപത്രികൾ തന്നെ, ആശുപത്രികളിലൊക്കെ ഇങ്ങനെ വെള്ളം എടുത്തു വയ്ക്കാനും കളയാനും ഒക്കെ ഉള്ള ജോലി ചെയ്യാൻ തന്നെ ജീവനക്കാർ പലരും തയ്യാറാകാത്ത സ്ഥിതിക്ക് എത്രത്തോളം ഈ ഒരു പരിഹാര മാർഗ്ഗം, ഈ ജെം ടെക്നോളജി ഇത്തരം സ്ഥലങ്ങളിൽ, പൊതുസ്ഥലങ്ങളിൽ എങ്ങനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും സർക്കാർ ഓഫീസുകൾ? ഇത് വീടുകളിൽ തന്നെ ചെയ്താൽ ധാരാളം മതി. കാരണം വെച്ചാൽ ഈ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വീടുകൾ ഇല്ലാത്ത അധികം സ്ഥലമൊന്നുമില്ല. ഏത് നഗരത്തിൻ്റെ ഹൃദയത്തിൽ നോക്കിയാലും വീടുകളുണ്ട്. അപ്പം വീടുകളിൽ മാത്രം ചെയ്താൽ തന്നെ ഇത് വളരെ ഫലപ്രദമാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിനോടനുബന്ധിച്ച് ചെയ്യാവുന്ന വേറെ 1-2 കാര്യങ്ങൾ, ഈ ഇതിൻ്റെ സെപ്റ്റിക് ടാങ്കിൻ്റെ ദ്വാരങ്ങൾ അടയ്ക്കുക, സെപ്റ്റിക് ടാങ്ക് വാതകം പുറത്തേക്ക് പോകുന്നതിന് വെച്ചിരിക്കുന്ന അത് നെറ്റിട്ട് അടയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർ, ഒരൊറ്റ മുറിയോ 2-3 മുറിയോ ഉള്ളവർ, അവർക്ക് എങ്ങനെ ഫലപ്രദമായിട്ട് ഈ ഒരു ജെം ടെക്നോളജി അവർക്ക് കൊതുക് നശീകരണത്തിന് സ്വീകരിക്കാൻ പറ്റും? കാരണം അവർക്ക് എടുത്തൊഴിക്കാൻ മുറ്റമോ അല്ലെങ്കിൽ പാത്രം തന്നെ വയ്ക്കാനുള്ള സ്ഥല സൗകര്യങ്ങളോ ഒക്കെ മുറ്റം വേണമെന്നില്ല. ചെടിച്ചട്ടിയിൽ ഒഴിച്ചാൽ വീട്ടിലെല്ലാ വീടുകളിലും ചെടിച്ചട്ടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ചെടിച്ചട്ടിയിൽ ഒഴിച്ചാൽ ഈ കൂത്താടികൾ അവിടെ ഇരുന്ന് ചത്തുവെക്കോളും. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സർക്കാർ ഏജൻസികളും താങ്കളും തമ്മിലുള്ള ക്ലാഷ് വരുന്നത്. വെള്ളം പരമാവധി ഒഴിവാക്കണമെന്ന് അവിടെ പറയുമ്പോൾ അല്ലേ ഇവിടെ വെള്ളം കെട്ടി വെക്കാനാണ് പറയുന്നത്. അതാണ് ഒരു എതിർപ്പായിട്ട് പറയുന്നത്. ഇതിനെങ്ങനെ മറികടക്കാൻ കഴിയും? ഇപ്പോഴത്തെ ഇത്രയും വലിയ കണ്ടുപിടുത്തത്തിന് വേണ്ടി കുറേയേറെ സമയം ചെലവഴിച്ച താങ്കൾ ഈ കണ്ടുപിടുത്തം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി എതിർപ്പുകളെയും ആരോപണങ്ങളെയും എങ്ങനെ നേരിടാമെന്നാണ് ഇനി ചിന്തിക്കുന്നത്? ഇതിപ്പം ശരിക്കും ഇന്നത്തെ വാർത്താ മാധ്യമങ്ങളിൽ കൂടെ തന്നെ കൂടുതൽ പേരെ സമീപിക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പം ഒരു 100-120 സ്ഥലങ്ങളിൽ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യം ഞാൻ ഈ തിരുവനന്തപുരത്ത് ഒരു പത്രസമ്മേളനം നടത്തിയപ്പോഴത്തേക്ക് എല്ലാ പത്രങ്ങളിലും വാർത്ത വന്നിരുന്നു. വാർത്ത എന്ന് പറഞ്ഞാൽ 2 കോളം മുതൽ 4 കോളം വരെയുള്ള തലക്കെട്ടോട് കൂടി ബോക്സിൽ വരെ വാർത്ത വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ നല്ല കാര്യങ്ങളിൽ ആളുകൾക്ക് താല്പര്യം കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് വായിച്ചിട്ട് എല്ലാവരും പേജ് മറിച്ച് കളഞ്ഞിട്ടുണ്ടാവും. അതേസമയത്ത് ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു ബലാത്സംഗം അല്ലെങ്കിൽ ഒരു എസ്പിയോണാജ് അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവം കേട്ട് കഴിഞ്ഞാൽ പത്രത്തിൽ വാർത്ത വായിച്ചാൽ അത് തൃപ്തിയാവാതെ മറ്റുള്ള പത്രം വായിക്കുന്നവരുടെ അടുത്ത് പോയിട്ട് എടാ എൻ്റെ പത്രത്തിൽ ഇങ്ങനെ ഉണ്ടായുള്ളൂ, നിൻ്റെ പത്രത്തിൽ വേറെ കൂടുതൽ വല്ലതും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ച് വരെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ താല്പര്യം കാണിക്കുന്ന ആളുകൾ നല്ല കാര്യം കേട്ടാൽ അതിന് ഒരു താല്പര്യം എടുക്കുന്നില്ല. ഇത്രയും സ്ട്രെയിൻ എടുത്ത് ഇത് കണ്ടുപിടിക്കേണ്ടിയിരുന്നില്ല എന്നിപ്പോൾ തോന്നുന്നുണ്ടോ? ഇല്ലില്ല, അങ്ങനെ ഒരിക്കലും തോന്നുന്നില്ല. കാരണം ഇപ്പം എനിക്ക് തോന്നുന്നത് ഓരോ മനുഷ്യനും ഒരു നിയോഗമുണ്ട്.
ദൈവം സൃഷ്ടാവ് ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കർമ്മമുണ്ട് ഓരോരുത്തർക്കും. ഇപ്പോൾ കൊതുകിന് കൊടുത്തിരിക്കുന്ന കർമ്മം എന്ന് വെച്ചാൽ രോഗാണുക്കളെ ഒരു മനുഷ്യരിൽ നിന്ന് വേറെ മനുഷ്യരിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ കൊതുക് നശീകരണത്തിന് കൊതുകിൻ്റെ കൂടെ ദൈവം സൃഷ്ടിച്ച് അടക്കം ചെയ്ത മാർഗം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ നിയോഗം എന്നൊരു തോന്നലുണ്ട് എനിക്ക്. മാത്രമല്ല ISRO തന്നെ കണക്കിൻ്റെ മേഖലയിൽ വ്യാപരിച്ചിരുന്ന താങ്കൾ തികച്ചും വ്യത്യസ്തമായ അല്ലെങ്കിൽ അപരിചിതമായ മേഖലയിലേക്കാണല്ലോ കടന്നു പോകുന്നത് ഈ ഒരു കണ്ടുപിടുത്തം നടത്താൻ അല്ലേ ISRO? അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ നിയോഗം ഇതായിരുന്നുകൊണ്ട് ആണ് ഞാൻ ഇതിൽ എത്തിപ്പെട്ടതെന്നാണ്. എത്രയോ പേരെ കൊതുക് കടിച്ചിരിക്കുന്നു, എത്രയോ പേര് കൊതുക് വല ഉപയോഗിച്ചിരിക്കുന്നു, കൊതുകുതിരി ഉപയോഗിച്ചിരിക്കുന്നു. അവർക്കൊന്നും തോന്നാത്ത ഈ കാര്യം എൻ്റെ മനസ്സിൽ തോന്നിയത് എനിക്കുള്ള നിയോഗം ഇതാണ് എന്നൊരു തോന്നലാണ്. അപ്പോൾ ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ പൊങ്ങച്ചമായിട്ട് കേൾക്കണവർക്കൊക്കെ തോന്നും, എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ തോന്നും. പക്ഷേ എൻ്റെ ബോധ്യം അതാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും സ്വയം പരിചയപ്പെടുത്തുന്ന ഒരു അവസരം കൂടിയാണ്. താങ്കൾ ഒന്ന് പറയാമോ താങ്കളുടെ കർമ്മരംഗവും ഈ കണ്ടുപിടുത്തത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞു കഴിഞ്ഞു, ഇനി എങ്ങനെയാണ്? ഞാനൊരു കാർഷിക കുടുംബത്തിലാണ് ജനിച്ചത്. നാട്ടിൻപുറത്തെ സ്കൂളിലാണ് പഠിച്ചത്, മലയാളം മീഡിയം. കോളേജിൽ എത്തിയപ്പോൾ പിന്നെ മാത്തമാറ്റിക്സിനോട് കൂടുതൽ താല്പര്യം തോന്നി. BSc മാത്തമാറ്റിക്സ്, MSc മാത്തമാറ്റിക്സ്. എനിക്ക് 2-3 സ്ഥലങ്ങളിൽ ജോലി കിട്ടിയായിരുന്നു. AG's ഓഫീസിൽ ഓഡിറ്ററായിട്ട് ജോലി കിട്ടി. ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ ഡെപ്യൂട്ടി ഫീൽഡ് ഓഫീസർ. അന്ന് വെരിഫിക്കേഷൻ എന്ന പോലീസുകാരൻ പറഞ്ഞത് CBIയിലത്തെ ഇൻസ്പെക്ടറുടെ പോസ്റ്റാണ് എന്നുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ഒരു ബസ് കൂലിക്ക് പൈസ കൊടുത്തിട്ട് പോലും അയാൾ വാങ്ങിച്ചില്ല. അയാൾ പറഞ്ഞു ഈ സാറ് ചിലപ്പോൾ എൻ്റെ സുപ്പീരിയറായിട്ട് വരും, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പൈസ വാങ്ങിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് പൈസ കൊടുത്ത ആളുടെ കയ്യിൽ തിരിച്ചു കൊടുത്തു. ISROയിൽ പ്രോഗ്രാമറായിട്ട് ജോലി കിട്ടി. അപ്പോൾ അന്ന് 1972 ഇന്ത്യയിൽ തന്നെ കമ്പ്യൂട്ടറുകൾ 3-4 സ്ഥലത്തുള്ള സമയത്ത് എനിക്ക് അതിൽ ജോലി ചെയ്യാനൊരു അവസരം കിട്ടി. ഇതൊക്കെ ദൈവം എനിക്ക് വേണ്ടി വെട്ടിവെച്ച വഴികളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു കണ്ടുപിടുത്തത് അവിടുത്തെ സഹപ്രവർത്തകർ, പ്രത്യേകിച്ചും ശാസ്ത്രജ്ഞരും മറ്റുമൊക്കെ ഉള്ള ഒരു സ്ഥാപനമാണല്ലോ. എങ്ങനെയാണ് സഹപ്രവർത്തകരുടെ പ്രതികരണം? അവർ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നോ, നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു? സഹപ്രവർത്തകർ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു, പക്ഷേ പ്രത്യക്ഷത്തിൽ അതൊരു പ്രോത്സാഹിപ്പിക്കലല്ലായിരുന്നു. എന്നെ പരിഹസിക്കുകയും എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുകയും വഴി കൂടുതൽ വായിക്കാനും പഠിക്കാനും എനിക്ക് അവർ അവസരം ഉണ്ടാക്കി തന്നു. നമുക്ക് പ്രയോജനം ചെയ്തു. അതെ, അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഇപ്പോൾ ആരോടും ഇതിനെക്കുറിച്ച് ആധികാരികമെന്ന് തോന്നുന്ന തരത്തിൽ സംസാരിക്കാനും അവരെ ബോധ്യപ്പെടുത്താനും ഉള്ള അത്ര കാര്യങ്ങൾ ഞാൻ വായിച്ച് ശേഖരിച്ചിട്ടുണ്ട്. വീട്ടിലെ അവസ്ഥ എങ്ങനെയാണ്? വീട്ടിലെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ? വീട്ടിലെ അവസ്ഥ, കുടുംബാംഗങ്ങൾ ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു, കൊതുകടി കൊണ്ടാലും കുഴപ്പമില്ല എന്നൊരു അവസ്ഥ. അത് ആദ്യമേ തൊട്ട് പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ചില ചെറുപ്പത്തിൽ എൻ്റെ മക്കളാണ് ഈ കൂത്താടികളെ എണ്ണാനൊക്കെ സഹായിച്ചിരുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിൽ ചെയ്യുന്നത് പോലെ ഓരോ സ്പൂണിൽ കൂത്താടികളെ കോരി അത് എത്ര ഉണ്ടെന്ന് എണ്ണി കടലാസിൽ രേഖപ്പെടുത്തി തന്നിരുന്നതൊക്കെ എൻ്റെ മക്കളാണ്. അവർ 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ തന്നെ അവരത് ചെയ്തു തന്നിട്ടുണ്ട്. അത് നമ്മൾ എത്ര എണ്ണം നശിച്ചു എന്ന് കണ്ടെത്താൻ വേണ്ടി ആദ്യമൊക്കെ അറിയണമായിരുന്നല്ലോ, എത്ര കൂത്താടികൾ പാത്രത്തിൽ വരുന്നുണ്ട്, എത്ര നശിപ്പിക്കുന്നുണ്ട്, അതിൽ കുറവ് വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി അന്ന് ചെയ്യണമായിരുന്നു. അപ്പം അന്ന് എഴുതി സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ ചെയ്യുന്നത് പോലെ എണ്ണാനും കൂട്ടാനും എളുപ്പത്തിന് വേണ്ടി 4 എണ്ണത്തിൻ്റെ ഇങ്ങനെ വെർട്ടിക്കൽ വര വരച്ചാൽ 5ാമത് ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കും. അപ്പം ടോട്ടൽ എടുക്കാൻ എളുപ്പമുണ്ട്. അത് ഞാൻ മക്കളെ പറഞ്ഞു പഠിപ്പിച്ചു. അവരങ്ങനെ ചെയ്താണ് എണ്ണി വെക്കാറുള്ളത്. അപ്പം അങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനത്തെ സഹകരണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഇതുവരെ ഞാൻ സംസാരിച്ചതിൽ ഭൂരിഭാഗം പേരുടെയും പോലെയുള്ള ഒരു അവസ്ഥയാണ് എൻ്റെ ഭാര്യയ്ക്കുള്ളത്. ഇത് അത്രയ്ക്കൊന്നും ഫലപ്രദമാകാൻ സാധ്യതയില്ല എന്നാണ് ഭാര്യയുടെ നിലപാട്. ബന്ധുക്കളും അത്രയ്ക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് അവരാരും അത് പറയാറില്ല. ഭാര്യ എന്നോട് പറയാറുണ്ട്. എന്നാലും വീട്ടിൽ നമ്മളെടുത്ത് വെക്കുന്ന വെള്ളത്തിന് അവർ ഇത് വേണ്ടെന്നുള്ള അതൊന്നും ചെയ്യില്ല. അതിപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് മദ്യപിച്ചാൽ പോലും ഭാര്യയെ തടസ്സപ്പെടുത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഭാര്യയ്ക്ക് അറിയാം ഞാനൊരു പരിധി വിട്ട് കുടിക്കില്ല, കുടിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് അത്തരം ഇടപെടലുകളൊന്നുമില്ല. ഇപ്പം ഞാൻ മദ്യം തൊടാറില്ല. കാരണം ദൈവം വസിക്കുന്ന സ്ഥലമാണ് എൻ്റെ ശരീരം എന്ന് മനസ്സിലായതിനു ശേഷം മദ്യം കഴിക്കാറില്ല എന്ന് മാത്രം. കാർഷിക പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് താങ്കൾ ഇത്ര വിവരങ്ങളിലെത്തിയെന്ന് പറഞ്ഞു. അതോടൊപ്പം ഈ ഒരു കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വരുന്നതെന്ന് വെച്ചാൽ പശു അല്ലെങ്കിൽ കന്നുകാലികളൊക്കെ വളർത്തുന്ന വീടുകളുണ്ടല്ലോ, അവിടെ ഈ തൊഴുത്തിൽ നിന്നുണ്ടാകുന്ന ഈ മാലിന്യജലം അതിങ്ങനെ വെറുതെ ഒഴുകി പോകുക അല്ലെങ്കിൽ കെട്ടിക്കിടക്കുക ചെയ്യും. അതിനെ നമുക്ക് കെട്ടിക്കിടക്കുന്ന വെള്ളം തന്നെ കോരി കളയാനൊന്നും പറ്റില്ല, കാരണം പ്രത്യേകിച്ച് ഒരു കുഴി ഉണ്ടാക്കിയാണ്. അവിടെ എത്രത്തോളം താങ്കളുടെ ഈ പുതിയ സാങ്കേതിക വിദ്യ, അതായത് കൂത്താടി എന്തായാലും ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും, അത്ര അതിനെ എങ്ങനെ നമുക്ക് ആ വെള്ളത്തിന് നമുക്ക് എങ്ങനെ അത് നിലവിൽ തന്നെ ഒരു കുഴിയിലാക്കി ശേഖരിച്ച് വയ്ക്കുക, അത് അവിടെ തന്നെ കിടക്കുകയും ചെയ്യാണ്. അവിടെ എങ്ങനെ നമ്മുടെ ഈ സാങ്കേതിക അവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും എണ്ണ പോലുള്ള സാധനം ഒഴിച്ച് കൂത്താടികളെ കൊല്ലേണ്ടി വരും. പിന്നെ മറ്റൊന്ന് കേട്ടിട്ടുള്ളത്, ചില കൊതുകുകൾ മൃഗങ്ങളെ മാത്രമേ കടിക്കുകയുള്ളൂ, മനുഷ്യരെ കടിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കൊതുകുകളാണ് അവിടെ വരുന്നതെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. കാരണം സാധാരണ മൃഗങ്ങൾക്കൊന്നും കൊതുക് വരുത്തുന്ന അസുഖങ്ങളും ഉണ്ടാവില്ല. അവരെ കടിച്ചാൽ തന്നെയും
രോഗം വരില്ല. അപ്പം മനുഷ്യർക്കാണ് കൂടുതലായിട്ട് പ്രശ്നങ്ങൾ കാണുന്നത്. കാരണം കൊതുക് പരത്തുന്ന അസുഖങ്ങളുടെ പല അണുക്കളും മൃഗങ്ങളുടെ ശരീരത്തിൽ അവരുടെ റിസർവോയറായിട്ട് ഇരിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ വീട്ടിൽ വരുന്ന കൊതുകുകളെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരുന്നാൽ തന്നെ കുറയും. പിന്നെ ഇതിനോട് ബന്ധപ്പെട്ട് വേറൊരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ ഹൗസിംഗ് കോളനിയിൽ നിന്ന് അരിസമോടുള്ളൊരു വീട്ടിൽ പോയി താമസിച്ചപ്പോൾ രാത്രി 2 മണിക്കാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പം എൻ്റെ ഭാര്യയ്ക്ക് കൊതുകടി തീരെ സഹിക്കാൻ പറ്റില്ല. 2 മണിക്ക് ഉറങ്ങാൻ കിടന്നിട്ട് 2:30 മണിയായപ്പോൾ എന്നെ വിളിച്ച് ഉണർത്തി. ഞങ്ങളുടെ ലഗേജ് കെട്ട് പൊളിച്ച് കൊതുകുവല എടുത്ത് ചുമരിൽ ആണിയടിച്ച് കെട്ടി കിടന്നാണ് ഉറങ്ങിയത്. കാരണം ഭാര്യ പറഞ്ഞത് രാത്രി ഉറങ്ങിയില്ലെങ്കിൽ വെളുപ്പിന് എണീറ്റ് മക്കൾക്ക് സ്കൂളിൽ പോകാനായിട്ട് ഭക്ഷണം ശരിയാക്കാൻ പറ്റത്തില്ല, എന്തായാലും ഉറങ്ങിയേ പറ്റുമെന്ന് പറഞ്ഞ് വെളുപ്പിന് കൊതുകുവല കെട്ടിയാണ് കിടന്നുറങ്ങിയത്. പിന്നെ പരിസരം നോക്കിയപ്പോഴാണ് തൊട്ടടുത്തൊരു വീട്ടിൽ പശുത്തൊഴുത്തുണ്ടായിരുന്നു. അവിടെ നിന്നാണ് കൊതുക് വരുന്നതെന്ന് മനസ്സിലായി. ഞാൻ ഈ കൊതുക് നശീകരണ പ്രവർത്തനം എൻ്റെ ടെറസിൽ തുടർന്ന് ചെയ്തു. ഏകദേശം ഒരു 3 മാസമായപ്പോഴത്തേക്ക് ഭാര്യ തന്നെ സ്വയം കൊതുകുവല അഴിച്ചു വെച്ചു. കാരണം കൊതുകുവലയുടെ ഉള്ളിൽ കിടക്കുന്നതും ഭാര്യയ്ക്ക് ഇഷ്ടമല്ല. കാരണം ചൂടുണ്ടാവും, പൊടി ശല്യം ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് ഏർലിയസ്റ്റ് ഓപ്പർച്യൂണിറ്റിയിൽ കൊതുകുവല അഴിച്ചു വയ്ക്കാൻ താല്പര്യമുള്ള ഒരാളായതുകൊണ്ട് കൊതുക് ശല്യം കുറഞ്ഞപ്പോൾ കൊതുകുവല അഴിച്ചു വെച്ചു. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അടുത്ത വീട്ടിലുള്ള തൊഴുത്തിൽ നിന്ന് ഉണ്ടായി വന്നിരുന്ന കൊതുകിൻ്റെ എണ്ണം പോലും കുറയ്ക്കാൻ എനിക്ക് എൻ്റെ വീട്ടിലിരുന്ന് സാധിച്ചു എന്നുള്ളതാണ്. എന്നാലും സോഫ്റ്റ്വെയർ കണ്ടുപിടുത്തങ്ങളുടെ പിന്നാലെ പോകുന്ന മലയാളികളുടെ ഇടയിൽ അവർ ഏറ്റവും അധികം ശല്യപ്പെടുത്തുന്ന കൊതുകിനെ നശിപ്പിക്കാനുള്ള ഫലപ്രദമായ പ്രകൃതിദത്തമായ ഒരു മാർഗം കണ്ടെത്തിയ താങ്കൾ ഇന്ന് നമ്മളോടൊപ്പം സുപ്രഭാതത്തിൽ അതിഥിയായി വന്നതിന് നന്ദി, നമസ്കാരം.